ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ വഴിപ്പെട്ട് അവൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമെന്ന് എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരും വരെ ഗൗരവത്തോടുകൂടി വസിയ്യത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം വാഗ്ദാനമായി നൽകുന്നത് മുത്തഖീങ്ങൾക്കാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ നമ്മളോട് ഉണർത്തുന്നു. ആ സ്വർഗത്തിനു വേണ്ടി നിങ്ങൾ പരസ്പരം മത്സരിക്കണമെന്നും അല്ലാഹു നമ്മോട് പറയുന്നു. ഒരാൾ തഖ്വയുള്ളവനാവുക എന്നാൽ അടിമക്കും ഉടമക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന മനുഷ്യനായി തീരുക എന്നുള്ളതാണ് സാരം. ഒരാളിൽ തഖ്വയുണ്ടായിക്കഴിഞ്ഞാൽ അയാളിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന ചില ഗുണങ്ങളെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നുണ്ട്. മനുഷ്യരുടെ വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കുകയും അവർക്ക് വേണ്ടി രഹസ്യമായും പരസ്യമായും തന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ദാനധർമ്മങ്ങൾ ചെയ്യുന്നവനായിരിക്കും അവർ. മാത്രമല്ല, അവന് കോപമുണ്ടാകുന്ന സമയത്ത് കോപമടക്കി വെക്കുകയും മനുഷ്യരുടെ ഭാഗത്തു നിന്നുമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ അവർക്ക് പുറത്തു കൊടുക്കുകയും തൻ്റെ ഭാഗത്തു നിന്നും സ്രഷ്ടാവിനോടുണ്ടാകുന്ന തെറ്റുകൾ, കുറ്റങ്ങൾ അതിൽ ആത്മാർത്ഥമായി ഖേദിക്കുകയും അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചു മടങ്ങുകയും പിന്നീടൊരിക്കലും ആ തെറ്റ് ആവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ മുത്തഖീങ്ങളെന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ നമ്മളോട് ഉണർത്തുന്നുണ്ട്. അഥവാ തഖ്വ എന്നാൽ അള്ളാഹുവിന് ഇഷ്ടമുള്ളത് ചെയ്യുകയും അള്ളാഹുവിൻ്റെ പൊരുത്തം നേടിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിലൂടെ സ്വാഭാവികമായും സൃഷ്ടികളുടെ ഇഷ്ടവും തൃപ്തിയും നമുക്ക് കരഗതമാക്കാൻ സാധിക്കും. നല്ലൊരു മനുഷ്യനായി ജീവിക്കുക എന്നുള്ളതാണ് തഖ്വയുടെ ആത്യന്തിക ലക്ഷ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ മുത്തഖീങ്ങളായി ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് നാം ഇവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഭാഗത്തു നിന്നും സംഭവിച്ചു പോയിട്ടുള്ള മുഴുവൻ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരട്ടെ. അവനെ വഴിപ്പെട്ട് അനുസരിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു മാറ്റിത്തരട്ടെ. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെയും അല്ലാഹു സഫലീകരിച്ച് നൽകട്ടെ. നമ്മളിലെ രോഗികൾക്ക് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അല്ലാഹു ആജിലായ മുസ്തമിറായ ശിഫാ പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ ഖബറിടങ്ങൾ അല്ലാഹു സ്വർഗീയ ആരാമങ്ങളാക്കി തീർക്കട്ടെ. മഗ്ഫിറത്തും റഹ്മത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആഖിബത്ത് നന്നായി മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ. മുസ്ലിം ഉമ്മത്തിൻ്റെ എല്ലാവിധ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു മാറ്റിത്തരട്ടെ. ഇസ്സത്തും ഇഫ്ഫത്തും നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മനുഷ്യരായ നമുക്ക് നൽകിയ മഹത്തായ അനുഗ്രഹമാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയോട് വിശ്വാസി എന്ന രീതിയിൽ നമുക്കുള്ള ബാധ്യതകളെക്കുറിച്ച്, കടമകളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നബിയോട് ഒരുപാട് ബാധ്യതകളും കടമകളും കടപ്പാടുകളും നമുക്കുണ്ട്. അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗം കൂടിയാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ചില കടമകളെക്കുറിച്ച് നമ്മൾ ഉണർത്തുകയുണ്ടായി. അവസാനമായി പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ബാധ്യതയിൽപ്പെട്ടതാണ് തങ്ങളുടെ സഹാബാക്കളെ കുറിച്ച് അറിയുക, അവരെക്കുറിച്ച് പഠിക്കുക, അവരെ മനസ്സിലാക്കുക, അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക, അവരുടെ ജീവിതം നമ്മുടെ മാതൃകയാക്കി നമ്മൾ മാറ്റുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശ്വാസിയായിക്കൊണ്ട് കാണുകയും വിശ്വാസിയായിക്കൊണ്ട് മരിക്കുകയും ചെയ്ത ആളെയാണ് നമ്മൾ സ്വഹാബാക്കൾ എന്ന് പറയുന്നത്. ലോകത്ത് അവരെ പോലെ ഉത്കൃഷ്ടരായ മറ്റൊരു സമൂഹവും കടന്നുപോയിട്ടില്ല, ഇനി കടന്നു പോവുകയുമില്ല എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്. ഖുർആൻ നമ്മൾ ആവർത്തിച്ച് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ പലയിടങ്ങളിലായി അല്ലാഹു സ്വഹാബാക്കളെ കുറിച്ചുള്ള വിവരണങ്ങൾ, അവരുടെ മഹത്വങ്ങൾ നമുക്ക് വിശദീകരിച്ച് നൽകുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിലും സ്വഹാബാക്കളെ കുറിച്ചുള്ള ഫളായിലുകൾ ഒരുപാട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം ലഭിച്ച സൃഷ്ടികളാണ്
സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും അജ്മഈൻ. കാരണം ആദരവായ നബിയെ നേരിട്ട് കാണുവാനും തങ്ങളുടെ നാവിൽ നിന്ന് ദീന് പഠിക്കുവാനും തങ്ങൾക്ക് വേണ്ടി സേവനങ്ങൾ ചെയ്യുവാനും സൗഭാഗ്യം കിട്ടിയ അവരെക്കാളും മഹത്തരമായിട്ടുള്ള സൃഷ്ടി ഈ ഭൂമി ലോകത്ത് മറ്റാരാണുള്ളത്? നബി തങ്ങളെ നേരിൽ കാണുക, തങ്ങളോടൊപ്പം സഹവസിക്കുക, തങ്ങൾക്ക് വേണ്ടി തങ്ങളോടൊപ്പം എല്ലാ ആവശ്യങ്ങളിലും പോവുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി കഴിയുക, ഇതിനേക്കാളും വലിയൊരു സൗഭാഗ്യം ഒരു മനുഷ്യന് ഭൂമി ലോകത്ത് മറ്റെന്ത് ലഭിക്കാനാണുള്ളത്? യഥാർത്ഥത്തിൽ മുഫസ്സിരീങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ അവരെ തിരഞ്ഞെടുത്തതാണ്. അല്ലാഹു അഅലമു ഹൈസു യജഅലു റിസാലത. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, മുശ്രിക്കീങ്ങൾ നബിയോട് ചോദിക്കുന്നുണ്ടല്ല, ഈ പ്രബോധനം മറ്റേതെങ്കിലും മനുഷ്യന് അല്ലെങ്കിൽ ഞങ്ങളിൽ തന്നെ ഒരുപാട് ഉത്കൃഷ്ടരായിട്ടുള്ള ആൾക്കാരുണ്ട്, കുടുംബപരമായി സാമ്പത്തികമായി കഴിവുള്ള പലരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്, എന്നിട്ടും എന്റെ മുഹമ്മദിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തെരഞ്ഞെടുത്തത്? അതല്ല, ഈ ഒരു ദൗത്യത്തിന് വേണ്ടി മലക്കുകളിൽ നിന്ന് ആരെയെങ്കിലും അല്ലാഹുവിനെ തെരഞ്ഞെടുത്തുകൂടായിരുന്നു എന്ന് മുശ്രിക്കീങ്ങളുടെ ചോദ്യത്തിന് പടച്ചവൻ പറയുന്ന മറുപടിയുണ്ട്. അല്ലാഹു അഅലമു ഹൈസ യജഅലു റിസാലത. പടച്ചവന്റെ റിസാലത്ത് ആരെ ഏൽപ്പിക്കണമെന്ന് അല്ലാഹുവിന് നന്നായി അറിയാം. മനുഷ്യരിൽ ഏറ്റവും ഉത്കൃഷ്ടരായ സൃഷ്ടിയെയാണ് അല്ലാഹു അതിനു വേണ്ടി തെരഞ്ഞെടുത്തിട്ടുള്ളത്. ആ ആയത്തിന്റെ തഫ്സീറിൽ മുഫസ്സിരീങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു, യഥാർത്ഥത്തിൽ സഹാബാക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തതാണ്. നമ്മൾ ഒരു പക്ഷെ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ട് നമുക്ക് നബി തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല? നബി തങ്ങളുടെ കാലഘട്ടത്തിൽ പടച്ചവൻ എന്തുകൊണ്ട് നമ്മളെ സൃഷ്ടിച്ചില്ല എന്നുള്ള ചോദ്യത്തിന് പണ്ഡിതന്മാർ നമുക്ക് മറുപടി പറഞ്ഞു തരുന്നത്, നമ്മൾ അതിന് യോഗ്യരായിരുന്നില്ല എന്നുള്ളതാണ്. അതിന് യോഗ്യരായ ആളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദൗത്യം ഏൽപ്പിച്ചു കൊടുത്തത്. അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റിസാലത്ത് ഏറ്റെടുക്കുവാൻ, അത് ലോകത്ത് പ്രചരിപ്പിക്കുവാൻ അല്ലാഹു തെരഞ്ഞെടുത്ത സൃഷ്ടികളാണ്. ഇഖ്താറഹുമുല്ലാഹു ലിസുഹ്ബത്തി നബിയിഹി. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവാണ് അവരെ തെരഞ്ഞെടുത്തത്. ഇഖ്താറഹുമുല്ലാഹു ലിസുഹ്ബത്തി നബിയിഹി. അല്ലാഹുവിന്റെ നബിയുടെ സുഹ്ബത്തിനായി, അല്ലാഹുവിന്റെ നബിയുടെ സഹാബാക്കളാകാൻ, നബി തങ്ങളോടൊപ്പം ജീവിക്കാൻ അല്ലാഹു തെരഞ്ഞെടുത്തവരാണ് എന്ന് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സഹാബാക്കളെ കുറിച്ച് പലയിടങ്ങളിലായി നമ്മളോട് ഉണർത്തുന്നതായി, നമുക്ക് പറഞ്ഞു തരുന്നതായി കാണാൻ വേണ്ടി കഴിയും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരായത്ത്, ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന إذ يبايعونك تحت الشجرة فعلم ما في قلوبهم فأنزل السكينة عليهم وأثابهم فتحا قريبا. റളിയല്ലാഹു അനിൽ മുഅ്മിനീൻ. അല്ലാഹു അവരിൽ തൃപ്തരാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. അല്ലാഹുവിന്റെ തൃപ്തി ലഭിക്കുക, അവന്റെ റിളാ ലഭിക്കുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന് നേടിയെടുക്കാൻ വേണ്ടി കഴിയുന്ന ഏറ്റവും മഹത്തായിട്ടുള്ള അനുഗ്രഹമാണ്. സ്വർഗത്തെ കുറിച്ച് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, സ്വർഗം നമ്മൾ ആശിക്കാറുണ്ട്, ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ സ്വർഗത്തെക്കാളും മഹത്തരമാണ് അല്ലാഹുവിന്റെ തൃപ്തി. വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു, നിങ്ങളിൽ നിന്നുമുള്ള വിശ്വാസികൾക്ക് മസാകിന തയ്യിബതൻ ഫീ ജന്നാതി അദൻ. സ്വർഗത്തിൽ നിങ്ങൾക്ക് അല്ലാഹു പലതരത്തിലുള്ള അനുഗ്രഹങ്ങളും വാഗ്ദാനം ചെയ്തിരിക്കുന്നു. വിശ്വാസികൾക്ക് പൊതുവെ അല്ലാഹു പറഞ്ഞിട്ടുള്ള ഒരു വാഗ്ദാനമാണ്, സ്വർഗത്തിൽ അല്ലാഹു വലിയ വലിയ അനുഗ്രഹങ്ങൾ നൽകും. അതിനുശേഷം അല്ലാഹു പറയുന്നുണ്ട്, വരിദ്വാനും മിനല്ലാഹി അക്ബർ ദാലിക ഹുവൽ ഫൗസുൽ അലീം. എന്നാൽ സ്വർഗത്തെക്കാളും വലുത് അല്ലാഹുവിന്റെ തൃപ്തിയാണ്, അല്ലാഹുവിന്റെ പൊരുത്തമാണ്. ആ പൊരുത്തം നേടിയെടുക്കാൻ കഴിഞ്ഞാൽ ദാലിക ഹുവൽ ഫൗസുൽ അലീം, അതാണ് ഏറ്റവും വലിയ വിജയമെന്ന് പരിശുദ്ധ ഖുർആനിൽ കൂടി റബ്ബ് നമ്മളോട് ഉണർത്തുന്നുണ്ട്. അല്ലാഹുവിന്റെ തൃപ്തി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞ സൗഭാഗ്യവാന്മാരാണ് ആദരവായ സഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും അജ്മഈൻ. അവരെ കുറിച്ച് അല്ലാഹു പറഞ്ഞതാണ്, റളിയല്ലാഹു അൻഹും വറദു അൻഹു. അല്ലാഹു അവരിൽ തൃപ്തരാണ്, അല്ലാഹുവിൽ അവരും തൃപ്തരാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു. ദീനിനു വേണ്ടി അവർ ചെയ്തിട്ടുള്ള ത്യാഗങ്ങൾ, ദീനിനു വേണ്ടി അവർ ചെയ്തിട്ടുള്ള പരിശ്രമങ്ങൾ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്. ലിൽ ഫഖറാഇൽ മുഹാജിരീന അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം വഅംവാലിഹിം യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാനൻ വയൻസുറൂന അല്ലാഹ വറസൂലഹു ഉലൈക ഹുമുസ് സാദിഖൂൻ. മുഹാജിരീങ്ങളെ കുറിച്ച്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ആദ്യമായി വിശ്വസിച്ചവരാണ് മുഹാജിരീങ്ങളായിട്ടുള്ള ആൾക്കാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത് മക്കയിലാണ്, പ്രബോധനം ആരംഭിച്ചത് മക്കയിലാണ്. 13 വർഷക്കാലത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിരന്തരമായി മക്കയിൽ പ്രബോധനം നടത്തിക്കൊണ്ടേയിരുന്നു. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമായിരുന്നു അത്. പീഡനങ്ങളും യാതനകളും നിറഞ്ഞ ഘട്ടമായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സഹാബാക്കൾ അനുഭവിച്ചിരുന്ന ത്യാഗങ്ങളെ കുറിച്ച് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അവർ വല്ലാതെ പീഡിപ്പിക്കപ്പെട്ടു, അവർ മർദ്ദിക്കപ്പെട്ടു, സ്വന്തം വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്നും അവരെ പുറത്താക്കപ്പെട്ടു. പാവപ്പെട്ട മുഹാജിരീങ്ങൾ അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം വഅംവാലിഹിം, അവരുടെ നാട് ദീനിനു വേണ്ടി അവർക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു, അവരുടെ സമ്പത്ത് അവരുടെ ദീനിനു വേണ്ടി അവർക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു, അവരുടെ സമയം ദീനിനു വേണ്ടി അവർ നൽകി. അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം വഅംവാലിഹിം, എന്തായിരുന്നു അതിലൂടെയൊക്കെയും അവർ ആഗ്രഹിച്ചത്? യബ്തഗൂന ഫളലൻ മിനല്ലാഹി വറിദ്വാന, അല്ലാഹുവിന്റെ ഔദാര്യമാണ്, അവന്റെ റിളയാണ്, അവന്റെ തൃപ്തിയാണ് അവർ അതിലൂടെ ആഗ്രഹിച്ചത്. വയൻസുറൂന അല്ലാഹു വറസൂലഹു, അവന്റെ അല്ലാഹുവിന്റെ റസൂലിനെ സഹായിക്കുക എന്നുള്ളതാണ്. ഉലൈക ഹുമുസ് സാദിഖൂൻ, യഥാർത്ഥത്തിൽ സച്ചരിതരായിട്ടുള്ള വിശ്വാസികൾ, അവരുടെ വിശ്വാസത്തിൽ സത്യസന്ധത പുലർത്തിയവർ മുഹാജിരീങ്ങളാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഉണർത്തുകയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മൾ കേൾക്കാറുണ്ടല്ലോ. ഒരു മനുഷ്യനും ബിലാൽ തങ്ങളുടെ ചരിത്രം കരയാതെ മുഴുമിപ്പിക്കാൻ വേണ്ടി കഴിയില്ല, വായിച്ചു തീർക്കാൻ വേണ്ടി കഴിയില്ല. അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള ത്യാഗങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇതുപോലുള്ള നട്ടുച്ച സമയത്ത് വെന്തു പൊള്ളുന്ന മരുഭൂമിയിൽ അദ്ദേഹത്തെ നഗ്നനായി കിടത്തുകയും അദ്ദേഹത്തിന്റെ നെഞ്ചിന്മേൽ വലിയ ഭാരമുള്ള കല്ലിറക്കി വെക്കുകയും അതിന്റെ മുകളിൽ കയറി നിൽക്കുകയും ചെയ്യും. എന്താണ് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത്? അള്ളാഹുവിനുള്ള വിശ്വാസം ഒഴിവാക്കണം, ദീൻ ഒഴിവാക്കണം എന്ന് അദ്ദേഹത്തോട് പറയും. അദ്ദേഹം പറയും, അഹദ് അഹദ്, പടച്ചവൻ ഏകനാണ്, ആ ഏകദൈവ വിശ്വാസത്തിൽ നിന്നും ഒരിഞ്ച് മാറാൻ ഞാൻ തയ്യാറല്ല എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അദ്ദേഹത്തിലൂടെയാണ് നമുക്ക് ഈ ദീൻ ലഭിച്ചത്, അവരിലൂടെയാണ് നമുക്ക് ഈ ദീൻ ലഭിച്ചത്. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു, ഖബ്ബാബ് ഇബ്നുൽ അറദ് റളിയല്ലാഹു അൻഹു. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിനെ ഒരിക്കൽ ഉമർ തങ്ങൾ കാണുന്നുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വസ്ത്രം പൊക്കി നോക്കി. അദ്ദേഹത്തിന്റെ വസ്ത്രത്തിന്റെ അദ്ദേഹം പറയുന്നുണ്ട്, മുശ്രിക്കീങ്ങൾ നിങ്ങൾ എപ്രകാരമാണ് മുശ്രിക്കീങ്ങളുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് പീഡനങ്ങൾ നേരിടേണ്ടി വന്നത് എന്ന് ചോദിച്ച സമയത്ത് അനുചരന്മാർക്ക് അദ്ദേഹം അതിന്റെ പാടുകൾ അദ്ദേഹത്തിന്റെ മുതുകിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അദ്ദേഹം വസ്ത്രം മാറ്റി നോക്കുന്ന സമയത്ത് വലിയൊരു ഭാരം അവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞു. അവർ ചോദിച്ചു, എന്താണിത്? ആ സമയത്ത് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നെയും ഖബ്ബാബിനെയും പോലുള്ള സഹാബാക്കളുണ്ട്, അവരുടെ മുതുകിലേക്ക് കല്ലുകൾ ചൂടാക്കി കൊണ്ടുവെക്കുമായിരുന്നു. ആ കല്ലുകൾ ഞങ്ങളുടെ ശരീരത്തിലേക്ക് തുളച്ചു കയറുമായിരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കുക, എത്രത്തോളം വേദനയായിരിക്കും. അവർ പറയുന്നുണ്ട്, ആ തീ അണഞ്ഞിരുന്നത്, പൊതുവെ നമ്മൾ തീ കണയാൻ വേണ്ടിയിട്ട് വെള്ളം ഉപയോഗിക്കാറുണ്ടല്ലോ. അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന തീ കെട്ടിരുന്നത് ഞങ്ങളുടെ ശരീരത്തിൽ നിന്നും തന്നെ ഉതിർന്നു വീഴുന്നിരുന്ന രക്തം കൊണ്ടായിരുന്നു, ചലം കൊണ്ടായിരുന്നു. ചലവും രക്തവും കൊണ്ടാണ് ഞങ്ങളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന തീ പോലും കെട്ടിരുന്നത്. അങ്ങനെയാണെങ്കിൽ എത്രത്തോളം രക്തം അവരുടെ ശരീരത്തിൽ നിന്നും താഴെ കുതിർന്നു വീണിട്ടുണ്ടാകും. ലിൽ ഫുഖറാഇൽ മുഹാജിരീൻ അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം. മുഹാജിരീങ്ങളെ കുറിച്ച് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞുതരികയാണ്, അവർ ത്യാഗങ്ങൾ സഹിച്ചു, വേദനകൾ സഹിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? ഏതെങ്കിലും ഭൗതികമായിട്ടുള്ള ലാഭങ്ങൾക്ക് വേണ്ടിയിട്ടല്ല അവർ കഷ്ടപ്പെട്ടത്, മറിച്ച് അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുവാനുള്ള സൗകര്യം അവർക്ക് ലഭിക്കണം. അവരുടെ സമ്പത്ത് അതിനുവേണ്ടി ത്യജിക്കാൻ അവർ തയ്യാറായിരുന്നു. സുഹൈബ് റൂമിയുടെ ഹിജറയെ കുറിച്ച് നമ്മൾ പലപ്പോഴും കേട്ടതാണ്. സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വേണ്ടിയിട്ട് മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ ചെയ്തു പോകുന്നുണ്ട്. വഴിയിൽ മുശ്രിക്കീങ്ങൾ അദ്ദേഹത്തെ തടഞ്ഞു വെച്ചു. അദ്ദേഹത്തോട് പറയുന്നുണ്ട്, താങ്കൾ റോമിൽ നിന്നും വന്ന ആളാണ്, അന്യനാട്ടുകാരനാണ്, ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ നാട്ടിൽ കച്ചവടം ചെയ്ത് ഞങ്ങളുടെ സമ്പത്തുമായിട്ട് ഈ ഭൂമിയിൽ നിന്നും അങ്ങനെ പോകാമെന്ന് തങ്ങൾ ധരിക്കണ്ട, തങ്ങളെ ഹിജറ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സമ്മതിക്കൂല. സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു വന്നിട്ട് കച്ചവടം ചെയ്തു, ഒരുപാട് സമ്പത്ത് അദ്ദേഹം ഉണ്ടാക്കി, അദ്ദേഹത്തിന്റെ കയ്യിൽ സമ്പത്തുണ്ട്. അദ്ദേഹം അവരോട് ചോദിച്ച ഒരൊറ്റ കാര്യം മാത്രമാണ്, ഞാൻ ഉണ്ടാക്കി വെച്ച സമ്പത്ത് നിങ്ങൾക്ക് നൽകുകയാണെങ്കിൽ നിങ്ങൾ എന്നെ ഹിജറ ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കുമോ?
മുശ്രിക്കീങ്ങൾ പറഞ്ഞു, സാമ്പത്തികമായിട്ടുള്ള ലാഭം ലഭിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾ അനുഭവിക്കില്ല? സുഹൈബ് റൂമി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എന്റെ പുരുഷായുസ് കൊണ്ട് ഞാൻ ഉണ്ടാക്കി വെച്ച സമ്പത്തിത ഇന്ന സ്ഥലത്ത് ഞാൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, ഞാൻ മൂടി വെച്ചിട്ടുണ്ട്, അവിടെ പോയിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അവരെ അവിടെ പോയി അന്വേഷിച്ചു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സമ്പത്ത് മുഴുവൻ അവിടെ ഉണ്ടായിരുന്നു. അത് അവരെടുത്തു കൊണ്ടുപോയി അദ്ദേഹത്തെ ഹിജറ ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിച്ചു. നമുക്കിത് ചരിത്രം പോലെ പറയാം. ഒന്ന് ആലോചിച്ച് നോക്കുക. ദീനിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള ബാങ്ക് ബാലൻസ് മുഴുവനും ഇന്ന് ദീനിന് തീരെഴുതി കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതി കൊടുക്കാൻ കൈക്കുറപ്പുള്ള എത്ര പേര് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും? ദീനിന് വേണ്ടിയിട്ട്, പടച്ചവന് വേണ്ടിയിട്ട്, ഇസ്ലാമിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ആഹ്വാനം വരികയാണ്. നിങ്ങൾക്ക് ഇവിടെ ജീവിക്കണമെങ്കിൽ, ദീനനുസരിച്ച് ജീവിക്കണമെങ്കിൽ, ഇസ്ലാമിനനുസരിച്ച് ജീവിക്കണമെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള സമ്പത്ത് മുഴുവനും ഞങ്ങൾക്ക് തരണമല്ല, അല്ല എങ്കിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തീരുമാനമാണ് നമ്മൾ എടുക്കുക? നമ്മൾ അധ്വാനിച്ച, നമ്മൾ കഷ്ടപ്പെട്ട, നമ്മുടെ വിഴപ്പൊഴുക്കിയ മുഴുവൻ രംഗങ്ങളും നമ്മുടെ മനസ്സിലേക്ക് വരും. അങ്ങനെ എഴുതി കൊടുക്കാൻ നമ്മുടെ കൈക്കുറപ്പുണ്ടാകുമോ? അങ്ങനെ എഴുതി കൊടുക്കാൻ നമ്മുടെ കൈക്കുറപ്പുണ്ടാകുമോ? സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, ഞാൻ ഉണ്ടാക്കിയതൊക്കെ നിങ്ങൾ എടുത്തുകൊള്ളുക. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ആയത്തിറക്കി. എന്നാൽ ജനങ്ങളിൽ അങ്ങനെയും ചില ആൾക്കാർ ജീവിച്ചു പോയിട്ടുണ്ട്. അല്ലാഹുവിന്റെ തൃപ്തി, അവന്റെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട് സ്വന്തത്തെ പടച്ചവന് വേണ്ടി വിറ്റവർ അവരുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളോട് ഉണർത്തുകയാണ്. അദ്ദേഹത്തിന്റെ വിഷയത്തിൽ ഇറങ്ങിയ ആയത്താണ്. മദീനയിലേക്ക് കടന്നു വരുന്ന സമയത്ത് മക്കയിൽ നടന്ന സംഭവമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുഹൈബ് റൂമിയെ കണ്ടപ്പോൾ, റബിഹൽ ബൈഉ യാ അബാ യഹ്യ, സുഹൈബ് റൂമി നിങ്ങൾ ചെയ്തിട്ടുള്ള കച്ചവടം വല്ലാത്ത ലാഭകരമായിട്ടുള്ള കച്ചവടമാണ് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. ആലോചിച്ച് നോക്കുക, മക്കയിൽ നിന്നും അദ്ദേഹം വന്നിട്ടേ ഉള്ളൂ. നബി തങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ വാർത്ത ലഭിച്ചത്? സുഹൈബ് റൂമി പറയുന്നുണ്ട്, നബിയെ ജിബ്രീൽ അങ്ങേക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടല്ലേ ഈ വാർത്ത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഏഴാൻ ആകാശത്തു നിന്നും പടച്ചവൻ താങ്കൾ ചെയ്തിട്ടുള്ള കച്ചവടത്തിൽ തൃപ്തനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹാബിക്ക് സന്തോഷ വാർത്ത അറിയിച്ചതായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ലിൽ ഫുഖറാഇൽ മുഹാജിരീൻ അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം വഅംവാലിഹിം യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാനൻ വയൻസുറൂന അല്ലാഹു വറസൂലഹു. യഥാർത്ഥ വിശ്വാസികൾ എന്ന് പറയുന്നത് മുഹാജിരീങ്ങളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ കൂടി നമ്മളോട് പറയുകയാണ്. ഹിജറ ചെയ്തു പോയവർ, സ്വന്തം നാട് ഉപേക്ഷിച്ച്, വീട് ഉപേക്ഷിച്ച്, കുടുംബത്തെ ഉപേക്ഷിച്ചുകൊണ്ട് മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്തവർ. എന്താണ് അവരുടെ മുന്നിലുള്ള കാര്യം? എന്താണ് അവരുടെ മുന്നിലുള്ളത് എന്ന് അവർക്കറിയില്ല. അല്ലാഹു പറഞ്ഞു ഹിജറ ചെയ്യണമെന്ന്, നബിതങ്ങൾ പറഞ്ഞു ഹിജറ ചെയ്യണമെന്ന്. ഹിജറ ചെയ്തു പോകുന്ന നാട്ടിൽ തങ്ങളെ എന്താണ് കാത്തിരിക്കുന്നത് എന്നുപോലും അവർക്കറിയാറുണ്ടായിരുന്നില്ല. എന്നാൽ അവിടെ അവരെ കാത്തിരുന്നത് ലോകത്ത് ജീവിച്ചിരുന്ന ഏറ്റവും നല്ല മനുഷ്യന്മാരായിരുന്നു. അവരെ പോലെ മറ്റൊരു മനുഷ്യനെ ഇനി ലോകത്ത് കണ്ടെത്തുക എന്നുള്ളത് പ്രയാസമാണ്. വല്ലദീന തബവ്വഉ الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون. മുഹാജിരികളെ സ്വീകരിച്ചിരുന്ന അൻസാരികളെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, വല്ലദീന തബവ്വഉ الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ വന്നിരുന്ന ഒരുപാട് ഗോത്രങ്ങളോട് ഈ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ വിശ്വസിക്കണം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടി കഴിയും. ഹജ്ജിന്റെ സീസൺ ആകുന്ന സമയത്ത് പുറമേ നിന്നും ആൾക്കാർ മക്കയിലേക്ക് കടന്നു വരും. അവരെ കഅബയിൽ തവാഫ് ചെയ്യും. അന്ന് മക്കയിൽ കച്ചവട കേന്ദ്രമായിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട 2 കേന്ദ്രങ്ങളിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുമെന്നാണ് നബി തങ്ങൾ അവിടെയുള്ള ഓരോ ഗോത്രങ്ങളോടും, പുറത്തു നിന്ന് വരുന്ന ഓരോ ഗോത്രങ്ങളോടും നിങ്ങൾ ഇസ്ലാമിൽ വിശ്വസിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറുകെ പിടിക്കണം, ഏകദൈവ ആരാധന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുറുകെ പിടിക്കണമെന്ന് പലരുടെ മുന്നിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദഅവത്തുമായി ചെന്നു. ആരും നബി തങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായിരുന്നില്ല എന്നാണ് സഹാബാക്കൾ തന്നെ പറയുന്നുണ്ട്. മുശ്രിക്കീങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിറകെ ചെന്നിട്ട് പറയുമെന്നാണ്, നബി ആരോടൊക്കെ ദഅവത്ത് ചെയ്യുമോ അവരോടൊക്കെ പോയിട്ട് പറയും, ഈ ഭ്രാന്തനെ നിങ്ങൾ വിശ്വസിക്കാൻ വേണ്ടി പാടില്ല. തങ്ങളുടെ മേൽ കല്ലെടുത്തെറിയും, തങ്ങളുടെ മേലെ മണ്ണെടുത്തെറിയും,
വലിച്ചെറിയും, തങ്ങളെ വല്ലാതെ ഉപദ്രവിക്കും. ആ ഉപദ്രവങ്ങളൊക്കെ ഏറ്റുകൊണ്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോരുത്തരുടെയും അടുക്കൽ ചെന്നുകൊണ്ട് ഈ ദീനിനെ കുറിച്ച് പറയും. ഖുലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കണം, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ വിജയിക്കും. മദീനയിൽ നിന്നും കുറച്ച് ആൾക്കാർ ഒരു പ്രാവശ്യം ഹജ്ജിന് വേണ്ടി മക്കയിലേക്ക് വന്നു. 5 പേരായിരുന്നു അവർ വന്നത്. ആ 5 പേര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വസിച്ചു. അവർ മദീനയിലേക്ക് തിരിച്ചുപോയി. മദീനയിൽ അവർ അതിനെക്കുറിച്ച് സംസാരിച്ചു. പിന്നീട് 7 പേര് വന്നു. ആ 7 പേര് പിന്നീട് 12ഓളം ആൾക്കാർ വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വസിച്ചു. അവർ തിരിച്ചുപോയി. പിന്നീടുള്ള വർഷത്തിൽ 70-ൽ പരം ആൾക്കാർ നബി തങ്ങളുടെ അടുക്കലേക്ക് വന്നു. അഖബ എന്നുള്ള പ്രദേശത്ത് അവര് രഹസ്യമായിട്ട് സമ്മേളിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ട് ബൈഅത്ത് ചെയ്തു. നബി തങ്ങളിൽ വിശ്വസിച്ചു. തങ്ങളോട് പറഞ്ഞു, ബൈഅത്തുൽ അഖബ എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് ഞങ്ങൾക്ക് കൊണ്ടുവന്നു തന്നിട്ടുള്ള ദീനിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതിലാണ് സത്യമുള്ളത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. അങ്ങയെയും അങ്ങയുടെ സഹാബാക്കളെയും സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, അങ്ങക്ക് ഞങ്ങളുടെ നാട്ടിലേക്ക് സ്വാഗതമെന്ന് അൻസാരികളായ സഹാബാക്കൾ വന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹത്തോടെ സ്വീകരിച്ചു. തങ്ങളെ മാത്രമല്ല, മക്കയിൽ നിന്നും ഹിജറ ചെയ്തു വരുന്ന മുഹാജിരീങ്ങളെയും അവർ സ്വീകരിച്ചു. വല്ലദീന തബവ്വഉ ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം, അവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ വീടുകൾ തയ്യാറാക്കി വെച്ചു. ഹിജറ ചെയ്തു വന്ന സഹാബാക്കളെ കുറിച്ച് നമുക്കറിയാം. അവർക്ക് വീടില്ല, സമ്പത്തില്ല, ഇണയില്ല, കുടുംബമില്ല, ഒന്നുമില്ല. പാപ്പരായിക്കൊണ്ട് ശൂന്യമായിട്ടുള്ള കൈകളുമായിട്ടാണ് മദീനയിലേക്ക് മുഹാജിരീങ്ങൾ കടന്നു വരുന്നത്. അവരെ സ്നേഹത്തോടുകൂടി അൻസാറുകൾ സ്വീകരിച്ചു. അൻസാറുകളുടെ സ്നേഹം നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഓരോരുത്തർക്കും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോരുത്തരെയും ജോഡിയാക്കി കൊടുത്തു. തങ്ങൾ ഒരു അൻസാരിക്ക് കൂട്ടുകാരനായിട്ട് ഒരു മുഹാജിർ എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഓരോ മുഹാജിറും ഓരോ അൻസാരിയും തന്റെ മുഹാജിറായിട്ടുള്ള സഹാബിയോട് പറഞ്ഞു, എനിക്ക് 2 വീടുണ്ട്, അതിൽ താങ്കൾക്ക് ഇഷ്ടമുള്ള വീട് ഏതാണ് എന്ന് താങ്കൾ തിരഞ്ഞെടുക്കുക, ആ വീട് പിന്നീട് നിങ്ങളുടേതാണ്. എനിക്ക് 2 ഭാര്യമാരുണ്ട്, അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ത്രീ ഏതാണ് എന്ന് നിങ്ങൾ പറയുക, അവരെ ഞാൻ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരാം. എനിക്ക് ഇത്ര സമ്പത്തുണ്ട്, ആ സമ്പത്തിന്റെ പകുതി നിങ്ങൾക്ക് വേണ്ടി ഞാൻ പകുത്തു തരാം, പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കുകയില്ല. تبوأوا الدار ولمن يخرجوا يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة. പ്രസംഗിക്കാൻ എളുപ്പമാണ്, കേൾക്കാൻ എളുപ്പമാണ്, പക്ഷേ ജീവിതത്തിൽ പകർത്താൻ ഭയങ്കര പ്രയാസമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു അൻസാരികളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത് അവർക്ക് ആവശ്യമുള്ള വസ്തുക്കളാണ് അവർ തങ്ങളുടെ മുഹാജിരീങ്ങളായിട്ടുള്ള സഹാബാക്കൾക്ക് നൽകിയത്. പക്ഷേ പിന്നീട് അത് തിരിച്ചു വേണമെന്നുള്ള ഒരാഗ്രഹം അവരുടെ മനസ്സിലുണ്ടായിരുന്നില്ല എന്നാണ്. അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണെങ്കിൽ പോലും അവര് പിന്നീട് അത് തിരിച്ചു വേണം എന്ന് അവരാഗ്രഹിച്ചിരുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മളിൽ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്ന പ്രധാനപ്പെട്ട ക്വാളിറ്റി, അല്ലെങ്കിൽ അൻസാരികളിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ക്വാളിറ്റി അതാണ്. അവർ ഹൃദയവിശുദ്ധിയുണ്ട്, ശുദ്ധമായ ഹൃദയത്തോടു കൂടിയാണ് അവർ മുഹാജിരീങ്ങളെ സ്വീകരിച്ചത്. ഇടങ്ങാറോടുകൂടിയല്ല. ചിലപ്പോൾ നമ്മുടെ വീട്ടിലേക്കൊക്കെ അതിഥികൾ വന്നു കഴിഞ്ഞാൽ, പുറം നാട്ടിൽ നിന്ന് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും 1ാമത്തെ ദിവസമൊക്കെ നമുക്ക് വല്ല ആതിഥ്യ മര്യാദയൊക്കെ ഉണ്ടാകും. 2ാമത്തെ ദിവസം മുതൽ നമുക്ക് വല്ലാത്തൊരു ഇടങ്ങാറ്, ഇയാൾ എപ്പോഴാണ് പോവുക, എപ്പോഴാണ് പോയി കിട്ടുക, വല്ലാത്തൊരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാകും. എന്നാൽ അൻസാരികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ അങ്ങനെ യാതൊരു തരത്തിലുള്ള ചിന്തയും ഉണ്ടായിരുന്നില്ല എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാണ്. അവരുടെ ഹൃദയം ശുദ്ധമായിരുന്നു, അവർ ശുദ്ധമായ ഹൃദയത്തോടു കൂടിയാണ് മുഹാജിരീങ്ങളെ സ്വീകരിച്ചത്. മാത്രമല്ല അവര് കൊടുത്തിരുന്നത് പിന്നീട് അവർക്ക് തിരിച്ചു ലഭിക്കണമെന്നുള്ള ആഗ്രഹവും അവർക്ക് ഉണ്ടായിരുന്നില്ല. തിരിച്ചു ലഭിക്കണമെന്നുള്ള ആഗ്രഹം ഒരിക്കലും അവരുടെ മനസ്സിലുണ്ടായിരുന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത മൂല്യത്തിന്റെ ഭാഗമായിരുന്നു അവർ. പിന്നീട് ഒരിക്കലും അവർ മനസ്സുകൊണ്ട് പോലും ആഗ്രഹിച്ചിരുന്നില്ല. സഹാബാക്കൾക്ക് പിന്നീട് സമ്പത്ത് ലഭിച്ചിരുന്നു. ബഹ്റൈനിൽ നിന്നും ഒരുപാട് സമ്പത്ത് ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് എത്തിയ സമയത്ത് അൻസാരികൾ നബിയുടെ അടുത്തേക്ക് വിളിച്ചു, നിങ്ങൾ മുഹാജിരീങ്ങൾക്ക് വേണ്ടി കുറെ സ്വതക്ക ചെയ്തവരല്ലേ, അതുകൊണ്ട് ഇതാ നിങ്ങൾക്ക് ഈ സമ്പത്ത് ഞാൻ നൽകാം എന്ന് നബിതങ്ങൾ പറഞ്ഞു. ആ സമയത്ത് അൻസാരികൾ പറഞ്ഞിട്ടുള്ള ഒരു വാചകമുണ്ട്, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ സഹോദരങ്ങളായിട്ടുള്ള മുഹാജിരീങ്ങൾക്ക് ഇത് കൊടുക്കുമെങ്കിൽ മാത്രം ഞങ്ങൾ ഇത് സ്വീകരിക്കാം, അല്ല എങ്കിൽ ഇതിൽ നിന്നൊരു നാണയത്തുട്ട് പോലും ഞങ്ങൾക്ക് വേണ്ട.
നിങ്ങളുടെ മുഹാജിരീങ്ങളായിട്ടുള്ള സഹോദരങ്ങൾക്ക് ഇത് തങ്ങൾ കൊടുക്കുമെങ്കിൽ നബിയെ ഞങ്ങളും ഇത് സ്വീകരിക്കും. അതല്ലാതെ അവർക്കില്ലാത്ത ഒരു സുഖവും സന്തോഷവും സൗകര്യമൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന് അൻസാരികൾ പറയുകയുണ്ടായി എന്ന് നമുക്ക് ഹദീസുകളിൽ ചരിത്രങ്ങളിൽ കാണാൻ വേണ്ടി കഴിയും. പിന്നീട് ഖൈബർ യുദ്ധം നടന്നതിന് ശേഷം മുസ്ലിമുകൾക്ക് ഒരുപാട് സമ്പത്ത് കിട്ടി. സമ്പത്ത് കിട്ടിയതിന് ശേഷം അതും നമ്മൾ സഹാബാക്കളിൽ നിന്നും പഠിക്കേണ്ടതാണ്. മുഹാജിരീങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് സമ്പത്ത് കിട്ടി, അവർക്ക് സ്വയം പര്യാപ്തതയുണ്ടായി, സ്വന്തമായിട്ട് കാര്യങ്ങൾ നോക്കുവാനും സ്വന്തമായിട്ട് വീടുണ്ടായി, കുടുംബമുണ്ടായി, സ്ഥലമുണ്ടായി, ബാക്കി എല്ലാ സൗകര്യങ്ങളും വന്ന സമയത്ത് തന്റെ സഹോദരനായിട്ടുള്ള അൻസാരി നൽകിയിട്ടുള്ള സഹായം തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മുഹാജിരികൾ തയ്യാറായി എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. വാങ്ങിക്കുക മാത്രമല്ല, വാങ്ങിച്ചതിന് ശേഷം നല്ല കാലം ഉണ്ടായപ്പോൾ തങ്ങളെ സഹായിച്ചവരെ ഒരിക്കലും അവർ മറന്നുപോയില്ല. സ്നേഹത്തോടുകൂടി ഖൈബറിൽ നിന്നും തങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സമ്പത്ത് അത് തങ്ങളുടെ അൻസാരികളായിട്ടുള്ള സഹാബാക്കൾക്ക് തിരിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു എന്നാണ്, ഞങ്ങൾക്ക് അത്യാവശ്യത്തിന് ഇപ്പോൾ ജീവിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ മുഹാജിരീങ്ങളായി ഞങ്ങൾക്ക് വന്ന സമയത്ത് നൽകിയിട്ടുള്ള സൗകര്യങ്ങൾ ഇതാ ഞങ്ങൾ സ്നേഹത്തോടു കൂടി നിങ്ങൾക്ക് തിരിച്ചു തരുന്നു എന്ന് സഹാബാക്കൾ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. റളിയല്ലാഹു അൻഹും വറദു അൻഹു. സഹാബാക്കളിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട മഹത്തായിട്ടുള്ള മാതൃക ഇതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചാണ് ഖുർആനിൽ പറഞ്ഞത്, മിനൽ മുഅ്മിനീന റിജാലുൻ സദഖു മാ അഹദുല്ലാഹി അലൈഹി ഫമിൻഹും മൻ ഖദാ നഹബഹു വമിൻഹും മൻ യന്തദിർ വമാ ബദലു തബ്ദീല. മിനൽ മുഅ്മിനീന റിജാലുൻ സദഖു മാ അഹദുല്ലാഹി അലൈഹി. അല്ലാഹുവിനോട് നമ്മൾ നടത്തുന്ന വാഗ്ദാനം ഉണ്ടല്ലോ, ആ വാഗ്ദാനം കൃത്യമായി പൂർത്തീകരിച്ചവർ സഹാബാക്കളാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു. നമ്മൾ പലപ്പോഴും പടച്ചവന്റെ മുന്നിൽ 5 വഖ്ത് നമസ്കാരത്തിനും പറയുന്നുണ്ട്, ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. പടച്ചവനെ എന്റെ നിസ്കാരമാകട്ടെ, എന്റെ മറ്റു കർമ്മങ്ങളാകട്ടെ, എന്റെ ശരീരമാകട്ടെ, എന്റെ ജീവനാകട്ടെ, എന്റെ മരണമാകട്ടെ, അതൊക്കെയും നിനക്ക് വേണ്ടി ഞാനിതാ സമർപ്പിച്ചിരിക്കുന്നു എന്ന് വാക്കാൽ നമ്മൾ പറയാറുണ്ട്. പടച്ചവൻ പറയുന്നു, അങ്ങനെയുള്ള വാഗ്ദാനം പൂർത്തീകരിച്ചവർ സഹാബാക്കളാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ പറയാണ്. മിനൽ മുഅ്മിനീന റിജാലുൻ സദഖു മാ അഹദുല്ലാഹി അലൈഹി. അല്ലാഹുവിനോട് നടത്തിയിട്ടുള്ള വാഗ്ദാനം പൂർത്തീകരിച്ചവർ സഹാബാക്കളാണ് എന്ന് അല്ലാഹു പറയുന്നു. ഫമിൻഹും മൻ ഖദാ നഹബഹു വമിൻഹും മൻ യന്തദിർ. ചിലർ അത് പൂർത്തീകരിച്ചിരിക്കുന്നു, ചിലർ അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. മുഫസ്സിരീങ്ങൾ പഠിപ്പിച്ചു തരുന്നു, ശുഹദാക്കളെ കുറിച്ചാണ് അല്ലാഹു പറഞ്ഞിരിക്കുന്നത്, അവർ പൂർത്തീകരിച്ചിരിക്കുന്നു. അല്ലാഹു എന്റെ ജീവൻ പടച്ചവനെ നിനക്ക് വേണ്ടി ഞാൻ നൽകാമെന്ന് സഹാബാക്കൾ പറഞ്ഞു. അത് വെറും പറച്ചിൽ മാത്രമായിരുന്നില്ല, ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കി അവർ കാണിച്ചിരിക്കുകയും ചെയ്തിരുന്നു. എന്താണ് അള്ളാഹുവിനോട് നമ്മളും അവർ നടത്തുന്ന കരാറ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ള കലിമത്ത് തൗഹീദിന്റെ വാക്യമാണ്. പടച്ചവനെ ആരാധ്യനായിക്കൊണ്ട്, സൃഷ്ടാവായിക്കൊണ്ട് നിന്നെ അല്ലാതെ ഞങ്ങൾ ആരെയും സ്വീകരിക്കുകയില്ല. ചോദിക്കുന്നുണ്ടെങ്കിൽ, സുജൂദ് ചെയ്യുന്നുണ്ടെങ്കിൽ പടച്ചവനെ നിന്റെ മുന്നിൽ മാത്രമായിരിക്കും എന്നുള്ള കലിമത്ത് തൗഹീദാണ് അള്ളാഹുവിന്റെ മുന്നിൽ നമുക്ക് നടത്താനുള്ള ഏറ്റവും മഹത്തായിട്ടുള്ള പ്രഖ്യാപനം എന്നുള്ളത്. ആ പ്രഖ്യാപനത്തിൽ ഒരണു പോലും മാറുവാൻ സഹാബാക്കൾ തയ്യാറായിരുന്നില്ല. നമ്മൾ പലപ്പോഴും പല സന്ദർഭങ്ങളും നമ്മുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന സമയത്ത് ചില അഡ്ജസ്റ്റ്മെന്റുകൾക്കൊക്കെ തയ്യാറാകാറുണ്ട്. പക്ഷേ സഹാബാക്കൾ വിശ്വാസത്തിന്റെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾക്കും തയ്യാറായിരുന്നില്ല എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പ്രസിദ്ധനായ സഹാബിയാണ്, വലിയ കുടുംബത്തിൽ പിറന്ന ആളാണ്. അദ്ദേഹം വിവിധങ്ങളിൽ വിശ്വസിച്ചു, ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ ഉമ്മാക്ക് മകനെ വല്ലാണ്ട് ഇഷ്ടമാണ്, മകനെ നേരെ തിരിച്ചു മകനെ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഇസ്ലാം ആശ്ലേഷണം പറഞ്ഞപ്പോ, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു എന്നറിഞ്ഞപ്പോ മകൻ ഉമ്മയെ വിളിച്ചിട്ടുണ്ട്. ഉമ്മ ചോദിച്ചു, അല്ല നിങ്ങളുടെ മതം നിന്നെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറണമെന്ന്, അങ്ങനെയാണെങ്കിൽ നീ മതം വിടണം, മാതാപിതാക്കളെ അനുസരിക്കണമെന്നല്ലേ നിന്റെ മതം നിന്നെ പഠിപ്പിച്ചത്, അങ്ങനെയാണെങ്കിൽ നീ മതത്തിൽ തുടരുന്നത് ഈ ഉമ്മാക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് നീ മതം വിടണമെന്ന് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഉമ്മയോട്, ഉമ്മ നിങ്ങൾ എനിക്ക് വല്ലാണ്ട് ഇഷ്ടമാണ്, സ്നേഹമാണ്, പക്ഷേ ദീൻ നിങ്ങൾക്ക് വേണ്ടി മാറാൻ, ദീൻ നിങ്ങൾക്ക് വേണ്ടി വെടിയാൻ ഞാൻ തയ്യാറേ അല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് യാതൊരു തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റിനും ഞാൻ തയ്യാറല്ല. മാതാവ് എന്നുള്ള രീതിയിൽ മകനെ പിന്നീട് ഇംപ്രസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യം എന്താണ്? നിരാഹാരം കിടക്കുക എന്നുള്ളതാണ്. ആ മാതാവ് നിരാഹാരം കിടന്നു എന്നാണ്, ഭക്ഷണം കഴിച്ചില്ല, വെള്ളം കുടിച്ചില്ല. സഅദ് മതം മാറുന്നത് വരെ, എന്റെ മകൻ മതം മാറുന്നത് വരെ ഞാൻ ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കുകയില്ല, ഒരു നുള്ള് ഭക്ഷണം പോലും എന്റെ അകത്തേക്ക് ഞാൻ കടത്തിവിടില്ല എന്ന് മാതാവ് സാക്ഷ്യം പിടിച്ചു. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു നിരാഹാരം കടന്നു കഴിഞ്ഞാൽ
മാതാവിന്റെ ശരീരം ക്ഷയിക്കും, രോഗമുണ്ടാകും. അതുപോലെ തന്നെ സംഭവിച്ചു. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവിന് രോഗമുണ്ടായി. അവര് മരണത്തിനോടടുത്ത സമയമുണ്ടായി. കുടുംബക്കാര് സഅദിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ദാ നിന്റെ മാതാവ് മരിക്കാൻ വേണ്ടി പോവാണ്, ഒന്ന് വന്നിട്ട് കാണണം. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു മാതാവിന്റെ അടുക്കലേക്ക് ചെന്നു. സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യന്റെ, ഒരു മകന്റെ മനസ്സ് തളർന്നു പോകുന്ന ഒരു രംഗമാണ് കാഴ്ച കണ്ട് സ്വാഭാവികമായും സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനും ചെറിയൊരു മാനസിക വേദന ഉണ്ടായി. പക്ഷേ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്ക് വിശ്വാസികളായ നാം ഓരോരുത്തരും ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ടതാണ്. അദ്ദേഹം പറഞ്ഞു, ഉമ്മ, നിങ്ങൾക്ക് 100 ജീവൻ ഉണ്ടാവുകയും ആ 100 ജീവനും ഇതുപോലെ എന്റെ കൺമുന്നിൽ വെച്ച് നഷ്ടപ്പെടുകയും ചെയ്താൽ പോലും ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നിന്നും മാറാൻ സഅദ് തയ്യാറല്ല. നിങ്ങൾക്ക് 100 ജീവൻ ഉണ്ടാവുകയും ആ 100 ജീവൻ എന്റെ കൺമുന്നിൽ ഇതേപോലെ നിങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുന്ന ഒരു രംഗം ഞാൻ കാണേണ്ടി വന്നാൽ പോലും ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നിന്നും ഒരണു മാറുവാൻ ഞാൻ തയ്യാറല്ല. ഉമ്മ, എനിക്ക് നിങ്ങളെ വല്ലാണ്ട് ഇഷ്ടമാണ്, നിങ്ങളെ എനിക്ക് വല്ലാണ്ട് ഇഷ്ടമാണ്. പക്ഷേ അതിനേക്കാളും ഇഷ്ടം എനിക്ക് എന്റെ റബ്ബിനോടുണ്ട്, അള്ളാഹുവിനോടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് എന്ന് സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറയുന്നതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അള്ളാഹു പറയുന്നത്, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹുസ്ന, മാതാപിതാക്കളോട് നല്ല രീതിയിൽ നിങ്ങൾ വർത്തിക്കണം. വഇൻ ജാഹദാക ലിതുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉഹുമാ വസാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ. പക്ഷേ എന്നിൽ ശിർക്ക് ചെയ്യണമെന്ന് നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ നിർബന്ധിച്ചു കഴിഞ്ഞാൽ അതിൽ അവരെ നിങ്ങൾ അനുസരിക്കാൻ വേണ്ടി പാടില്ല. കാരണം ആ മാതാവിനെയും പിതാവിനെയും അവർക്ക് നിങ്ങളെയും നൽകിയത് ഞാനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. പക്ഷേ വസാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ, ദുനിയാവിൽ അവരോട് നല്ല രീതിയിൽ നിങ്ങൾ വർത്തിക്കണം, ദുനിയാവിൽ അവരോട് നല്ല രീതിയിൽ നിങ്ങൾ പെരുമാറണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ തുടർന്ന് ആയത്തിറക്കിയതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. മാതാപിതാക്കളെ നമ്മൾ സ്നേഹിക്കണം, അനുസരിക്കണം, ബഹുമാനിക്കണം, അവർക്ക് വേണ്ട ആദരവ് നൽകണം. പക്ഷേ അതിനേക്കാളൊക്കെ വലുതാണ് അത് മാതാവിന്റെ സ്നേഹം മാത്രമല്ല. ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ സ്നേഹം ഉണ്ടാകുക തന്റെ മാതാവിനോടാണ്. എന്നാൽ ഭൂമിയിൽ നമ്മൾ എന്തൊക്കെ സ്നേഹിക്കുന്നുണ്ടോ ആ സ്നേഹിക്കുന്നതൊക്കെയും നമ്മുടെ മുന്നിൽ വെച്ച് നഷ്ടപ്പെടുമെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാലും ഒരണു പോലും അതിൽ നിന്ന് മാറാൻ വേണ്ടി പാടില്ല എന്നാണ് സഅദ് ബിൻ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ സംഭവത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി, വായിച്ചെടുക്കാൻ വേണ്ടി കഴിയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അതായിരുന്നു, മിനൽ മുഅ്മിനീന റിജാലുൻ സ്വദഖു മാ ആഹദുല്ലാഹി അലൈഹി. നമ്മൾ വാഗുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ അല്ലാഹുവിനെ അനുസരിക്കുന്നു, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ വിശ്വസിക്കുന്നു, ദീനിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു, ദീനനുസരിച്ച് ജീവിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അത് 5 വഖ്ത് നമസ്കാരത്തിൽ നമ്മൾ ഇങ്ങനെ വജ്ഹത്തുൽ കൂടി ഉരുവിടാറുമുണ്ട്. പക്ഷേ പ്രാവർത്തികമായിട്ടുള്ള ജീവിതത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ കൺമുന്നിൽ വന്നു കഴിഞ്ഞാൽ കച്ചവടത്തിന് നഷ്ടം സംഭവിക്കുകയാണ്. ഹറാം ഉപയോഗിച്ചാലല്ലാതെ കച്ചവടം താങ്ങി നിർത്താൻ വേണ്ടി കഴിയില്ല. കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. ഹറാമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്താലല്ലാതെ കുടുംബബന്ധം താങ്ങി നിർത്താൻ വേണ്ടി കഴിയില്ല. ആൾക്കാർക്കിടയിൽ നമ്മൾ പഴഞ്ചനാണെന്ന് മുദ്രപ്പെടുകയാണ്, നാട്ടിൽ നിന്നും പുറത്താക്കപ്പെടുകയാണ്. വിശ്വാസത്തിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്താലല്ലാതെ ജീവിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല എന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രകാരമാണ് അതിനോട് പ്രതികരിക്കുക എന്ന് സ്വന്തമായിട്ട് മനസ്സറിഞ്ഞൊന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ എത്രത്തോളം പൊരുത്തമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ വർഷങ്ങളോളം, നമ്മൾ നേരത്തെ സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞതുപോലെ വർഷങ്ങളോളം നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ നമ്മുടെ ബിസിനസ് സാമ്രാജ്യം അതൊരു വശത്ത് നിൽക്കുകയാണ്, ദീൻ ഒരു വശത്ത് നിൽക്കുകയാണ്. എന്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുക? എന്തിനാണ് നമ്മൾ മുൻഗണന കൊടുക്കുക? എന്തായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ ആദ്യമായിട്ട് ഊടിയെടുക്കുക? നമ്മുടെ വീട്ടിൽ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ഒറ്റപ്പെടുകയാണ്. നമ്മൾ ഒരു ഭാഗത്ത് ഒറ്റപ്പെടുന്നു. ഒറ്റപ്പെട്ട് കഴിഞ്ഞാലും പടച്ചവൻ നമ്മുടെ കൂടെ ഉണ്ടാകും. കാരണം ദീനിനനുസരിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതല്ല, ദീനിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്തുകൊണ്ട് ഹറാമായതൊക്കെയും ഹലാലാക്കുകയും ഹലാലായതൊക്കെയും ഹറാമാക്കുകയും ചെയ്തുകൊണ്ട് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വിശദീകരിക്കേണ്ട മേഖലയാണ്, മനസ്സിലാക്കുമെന്ന് കരുതുന്നു. അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾക്ക് നമ്മൾ തയ്യാറാവുന്നുണ്ടെങ്കിൽ നമ്മുടെ വാക്കുകളും പ്രവർത്തനങ്ങളും തമ്മിൽ എന്ത് പൊരുത്തമാണുള്ളത്? ഇവിടെയാണ് സഹാബാക്കളുടെ ജീവിതം നമുക്ക് മാതൃകയാകുന്നത്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മൻ കാന മിൻകും മുസ്തന്നൻ ഫല്യസ്തന്ന ബിമൻ ഖദ് മാത്. നിങ്ങൾ ആരെങ്കിലും ഒരാളെ റോൾ മോഡലായി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മരിച്ചവരെ നിങ്ങൾ റോൾ മോഡലായി സ്വീകരിക്കണം. കാരണം ജീവിച്ചിരിക്കുന്ന ആൾക്കാർ ഒരു പക്ഷേ നാളെ അവരുടെ ജീവിതം മാറി മറിയാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ
അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണ് ഒരാൾ ധൈര്യപൂർവ്വം ജീവിച്ചിരിക്കുന്ന ഒരാളെ നമുക്ക് റോൾ മോഡലായി സ്വീകരിക്കാൻ വേണ്ടി കഴിയുക. മരിച്ചവരാണെങ്കിൽ ഇനി അവരുടെ ജീവിതം മാറാനൊന്നുമില്ലല്ലോ, അവർ ജീവിച്ച് കടന്നുപോയവരാണല്ലോ. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് റോൾ മോഡലായി സ്വീകരിക്കാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും നല്ല മനുഷ്യന്മാർ ഉലൈക അസ്ഹാബു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കളാണ് എന്ന് പറയുന്നുണ്ട്. അവരുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ അറിയണം, അവരുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം. ആ ജീവിതം നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കളെ ആദരിക്കാനും ബഹുമാനിക്കാനും സ്നേഹിക്കാനുമുള്ള തൗഫീഖ് നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ജീവിതം അറിഞ്ഞുകൊണ്ട് സ്വജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന സത്യവിശ്വാസികളിൽ സ്വാലിഹീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും.